ഓക്കെ. ഹലോ ഗൈസ്, അജിത്തിൻ്റെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ. ഇത് ഒരു മാസ് മറ്റേ എന്താണ് പറയുക, ഫാൻസിന് വേണ്ടി തൃപ്തിപ്പെടുത്തുന്നൊരു പടമല്ല. ഒരു നോർമലായിട്ടുള്ള ഒരാൾ, നോർമലായിട്ടൊരു ഫൈറ്റ് എങ്ങനെയാണ്, ഒരു നോർമലായിട്ടുള്ള ഒരാൾ ഇങ്ങനെ സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യും, അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു സൂപ്പർ ഹീറോ പവറോ അങ്ങനെ ഒരു എന്താണ് അജിത്തിൻ്റെ ഇതുപോലെ ചെയ്ത ക്യാരക്ടറുകളിൽ ഭയങ്കര വിജയിച്ച് നിൽക്കുന്ന പോലത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല ഇതിനകത്തുള്ളത്. ഒരു നോർമൽ, ഇപ്പോൾ ഫാൻസ് പ്രതീക്ഷിക്കും ഇവിടെ രണ്ട് ഇടിക്കാന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഇടിക്കില്ല പുള്ളി. പിന്നെ ഇടികൊള്ളും. മറ്റേ അർജുനൻ എന്ന് പറഞ്ഞ സിനിമ, മറ്റേ ജയറാമേട്ടൻ്റെ ഒരു സിനിമയില്ലേ തല്ലുകൊള്ളി, ആ ഒരു ക്യാരക്ടറായിരുന്നു ഇതിനകത്ത്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ആ ഒരു ക്യാരക്ടറാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പുള്ളി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അനിരുദ്ധിൻ്റെ മാസ് BGM ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമ ബോറടിക്കാതെ പിടിച്ചിർത്തിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ BGM തന്നെയാണ്. പിന്നെ ഇതിൻ്റെ തുടങ്ങുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തുടങ്ങണം. ഒരു നല്ല ലവ് അല്ലേ, നല്ലൊരു തൃശ്ശയും അജിത്തുമായിട്ടുള്ള ഒരു ലവിൻ്റെ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ട് വന്നു കഴിയുമ്പോൾ അനിരുദ്ധിൻ്റെ മറ്റേ BGM അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സംഭവം കൊള്ളാം. എനിക്ക് തോന്നിയ ആ ഒരു ലവ് ട്രാക്കിൽ തന്നെ അങ്ങനത്തെ ഒരു കഥ സെറ്റ് ചെയ്ത് ആ ഒരു കഥ അങ്ങനെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ഇത് ഒരു എന്താ പറയുക, ഉറക്കം തൂങ്ങി എടുത്ത പോലത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു എന്താണ് വലിയ ഒരു റോട്ടിൽ നടക്കുന്ന സംഭവം തന്നെയാണ് ഒരു സിനിമ. ഒരു തമിഴ് മലയാളി ഓഡിയൻസൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മാസ് സംഭവങ്ങളൊന്നുമില്ല. ഒരു ഒറ്റ ഇരിപ്പിനിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലർ ടൈപ്പ് സംഭവമാണ്. പക്ഷേ ക്ലീശയാണ്, ഫുള്ള് ക്ലീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് മതിയായ സാധനങ്ങളാണ് ഒന്നും ഇട്ട് കാണിക്കണം. പക്ഷേ അജിത്ത് ഇപ്പോൾ വിജയൊക്കെ എടുക്കണ പോലെ രക്ഷകൻ മൂഡ് അല്ലെങ്കിൽ ഒരു അമാനുഷികം കളി, എന്താ പറയുക, ഞാൻ മാത്രമേ തല്ലാൻ പാടില്ല, എന്നെ ആരും തല്ലാൻ പാടില്ല, അങ്ങനത്തെ ഒരു എന്താ പറയുക, എന്നെക്കാളും താഴ്ന്ന ഒരു ആക്ടർ തല്ലാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. പുള്ളി എല്ലാവരുടെയും തല്ലണം എന്നെ ഇടിച്ചോളൂ, വഴി കൂടി പോണവരെ തിരക്കിട്ടടിച്ച് വരും, പുള്ളിക്ക് കുഴപ്പമില്ല. അതാണ് പുള്ളിയുടെ ഒരു സ്റ്റാർഡം വെച്ച് അങ്ങനെ സമ്മതിക്കില്ല ഒരു. പക്ഷെ പുള്ളിക്ക് അതൊന്നും വലിയ വിഷയമില്ല. കഥാപാത്രത്തിന് വേണ്ടി ചെയ്തു. പക്ഷേ നമ്മുടെ ഫാൻസ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിനെ പണ്ടത്തെ ഒരു സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശിവണ്ണന് സ്ക്രിപ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം മാസ് സംഭവങ്ങൾ കാണിച്ചാലേ. കങ്കു പറഞ്ഞേക്ക് ഇതിനെ വെച്ച് ചെയ്യുമ്പോൾ ശിവണ്ണൻ മാസാണ്. പിന്നെ ഒരു ലോകേഷൊക്കെ പിടിക്കുന്ന പോലെ, ഒരു നെൽസനൊക്കെ പിടിച്ച പോലത്തെ അങ്ങനത്തെ രീതിയിലും മകിഴ്ത്തിരിമേൻ എന്ന ഡയറക്ടർക്ക് അജിത്തിനെ കൊണ്ടുവരാൻ സാധിച്ചില്ല. പുള്ളിയുടെ ഒരു സ്റ്റൈല് സംഭവങ്ങൾ തടം ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ മകിഴ്ത്തിരിമേനയുടെ സ്റ്റൈൽ അറിയാലോ, അധികം മനുഷ്യ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അല്ലാതുള്ളൊരു ചെറിയൊരു സംഭവത്തിലാണ് സംഭവം ചെയ്തേക്കണം. പക്ഷേ ഫാൻസ് തൃപ്തിപ്പെട്ടിട്ടില്ല. അത് തുടക്കത്തിലുള്ള ആവേശം ഒടുക്കത്തിലുണ്ടായില്ല. അത് എല്ലാ ചിത്രപടങ്ങൾക്കുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഭയങ്കര ഹൈപ്പ് ഭയങ്കര അധികമായിരിക്കും, പക്ഷേ വന്നിട്ടില്ല അത്ര. അപ്പോൾ സിനിമ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സിന് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിൽ ഒരു അവസാനിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വയലൻസൊക്കെ ഉണ്ട്, പക്ഷേ അതിന് നമുക്ക് രോമം പൊങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊങ്ങത്തില്ല. കണ്ടിട്ട് രോമാഞ്ചിപ്പിച്ച് അടിക്കുമെന്ന് ചോദിച്ചാൽ പൊങ്ങത്തില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി മറ്റേ എന്താണ് ഗുഡ് ബാഡ് അഗ്ലിയിൽ നമുക്ക് കാണാം. ഒന്നും കൂടി ഫാൻ ഷോ കാണാൻ പോകുന്നുണ്ട്. 4ാമത് മൂഞ്ചാൻസ് തയ്യാറാകാം. ഇവര് രാശിയിലട്ടെ മറ്റേ വലിമൈ തുനിവ് ഇത് 3 ഫാൻ ഷോക്ക് വന്ന് ഉറക്കം കളഞ്ഞ് കാശും കളഞ്ഞ് ഒരു പ്രയോജനമില്ല ഒരു പടത്തിന് വന്നിട്ട്. ഇരുപത് ഒറ്റക്ക് കാണാൻ പോകണേ. ഓക്കെ, എന്നാൽ ശരി.